മുത്തശ്ശൻ എണീക്കാത്തെ? മരുന്നിന്റെ മയക്കത്തിൽ ഉറങ്ങുവാ മക്കളെ. മുത്തച്ഛാ വിളിക്കണ്ട നിറ്റേ, മുത്തച്ഛൻ റെസ്റ്റ് എടുക്കട്ടെ. അത് നേരെ, അച്ഛൻ ഇതിന് റെസ്റ്റ് എടുക്കട്ടെ, നിങ്ങൾ ആരും വിളിക്കണ്ട. നീതു നിറ്റേ, നിങ്ങൾ എല്ലാരും ഒന്ന് പുറത്തേക്ക് വാ. മക്കളെ, മുത്തച്ഛന്റെ 2 കാലിന് ഒടിവുണ്ട്. ഇപ്പോഴെങ്ങും നടക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നേ. എന്തായാലും മുത്തശ്ശിനെ ഇവിടെ ഒറ്റക്കിട്ടിട്ട് എനിക്ക് വരാൻ പറ്റില്ല. അമ്മ എന്ത് ചെയ്യാനാ? അതേ മക്കളെ, വീഴ്ചയിലെ മുത്തച്ഛന് നല്ല പരിക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഇനി ആശുപത്രിയിൽ ഇപ്പോഴെങ്ങും വരാൻ പറ്റില്ല. അയ്യോ, അപ്പൊ നിങ്ങൾ എന്ന് വീട്ടിൽ വരും? കുണിക്കും കുണുക്കന് ഹോസ്പിറ്റലിൽ നിന്നോ. കുണിക്ക് അച്ഛയുടെ അമ്മയുടെ അമ്മാമ്മയുടെ ഒപ്പം ഇവിടെ നിന്നോട്ടോ. മക്കളെ കൊണ്ടുപോകാനായിട്ട് അച്ഛമ്മ ഇപ്പൊ വരും. നിങ്ങൾക്ക് എന്തായാലും ക്ലാസ് മുടക്കാൻ പറ്റില്ല. മാർച്ചിൽ എക്സാം അല്ലേ. ഈ അവസാന നിമിഷത്ത് ക്ലാസ് മുടക്കിയാൽ ശരിയാവില്ല. അച്ഛമ്മയുടെ വീട്ടിൽ നിന്നാകുമ്പോൾ സ്കൂൾ ബസ് അവിടെ വരെ വരുമല്ലോ. വേണ്ട ചാച്ച, പ്ലീസ്. അപ്പാപ്പൻ ഇങ്ങനെ വയ്യാതെ നിങ്ങൾ എല്ലാവരും ആശുപത്രി നിൽക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ അച്ഛമ്മയുടെ വീട്ടിൽ പോയി നിൽക്കാനാ? എടാ മാധവ. ആ അമ്മ വന്നു. ഞാൻ കുട്ടികളോട് പറയുമായിരുന്നു അച്ഛമ്മയുടെ കൂടെ പോവാൻ. ആദ്യത്ര പറയാനെന്താ? കുട്ടികളെ എല്ലാവരും എൻ്റെ കൂടെ വാ. നിങ്ങൾക്ക് മാർച്ച് പരീക്ഷയല്ലേ. ഈ ആശുപത്രി നിന്ന് നിങ്ങളുടെ പരീക്ഷയൊക്കെ മുടങ്ങും. അതൊന്നും വേണ്ട. ഞാൻ രാവിലെ നിങ്ങൾക്ക് ചോറും കറിയൊക്കെ കെട്ടി സ്കൂളിൽ വിട്ടോളാം. സ്കൂൾ ബസ്സും വരുമല്ലോ. അതുകൊണ്ട് നീതു നിറ്റ് എൻ്റെ കൂടെ പോരെ. അമ്മ പ്ലീസ് അമ്മ, ഞങ്ങളും കൂടി ഇവിടെ നിന്നോളാം. അയ്യോ, അച്ഛൻ പറയണ കേക്ക് മക്കളെ. ഒത്തിരി കുട്ടികളെ അങ്ങനെ നിർത്താൻ പറ്റില്ല. കുണുക്കിനും കുഞ്ഞല്ലേ, അതാ അവരെ ഞാൻ ഞങ്ങളുടെ കൂടെ നിർത്തുന്നത്. നോക്കി നിൽക്കാതെ വാ എൻ്റെ പിള്ളേരെ. എനിക്ക് ചേച്ചിയുടെ കൂടെ. അയ്യോ, അതൊന്നും വേണ്ട എൻ്റെ കൊച്ചെ. നീ കിടന്ന് രാത്രി കരയും. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? അതൊന്നും വേണ്ട. ഞാൻ കരയില്ല അച്ഛമ്മ, ഞാനും വരാം. മക്കളെ പറയുന്ന കേക്ക്. നിങ്ങൾ അച്ഛമ്മയുടെ ഒപ്പം പൊക്കോ. ഞാനും പോവാ അച്ഛമ്മയുടെ വീട്ടില്. ആശുപത്രിയിൽ നിന്ന് എന്നെ കുത്തുവെക്കും. അയ്യോ എൻ്റെ കുണിക്ക് അങ്ങനെയൊന്നുമില്ല. നീ കൂടി പോയാൽ ശരിയാവില്ല. നീ ഇവിടെ നിന്നാ മതി. അച്ഛാ പ്ലീസ് അച്ഛാ. അമ്മ എന്നാ കുണിക്കും കൂടി വരട്ടെ. എടാ മാധവ, അതെങ്ങനെ? ഇവരെ പോലെയാണോ കുണിക്ക് കിടന്ന് കരഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? അമ്മ എന്നെ ഫോണിൽ വിളിച്ചാൽ മതി. ഇവിടെ നിന്ന് 10-20 മിനിറ്റ് അല്ലേ ദൂരമുള്ളൂ. ഞാൻ വന്ന് കുണിക്കിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നോളാം. എടാ എന്നാലും. എന്നാ മക്കള് വേഗം ഇറങ്ങാൻ നോക്ക്. എന്തെങ്കിലും ഫോൺ ചെയ്താൽ മതി, കേട്ടല്ലോ? ശരി അച്ഛാ. എടി പെങ്കൊച്ചെ, നീ എന്നെ കൂടി വരുന്നതൊക്കെ കൊള്ളാം. ദേ രാത്രി ആവാൻ നേരത്തെ അമ്മേനെ കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ കരഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം അറിയുന്നേ. ഞാൻ എടിയല്ല കുണിക്കുമോളാ. അച്ഛമ്മ, അവൾ അങ്ങനെ കരയില്ല. ഞങ്ങളെ കൂടി രാത്രി അല്ലെങ്കിലും കിടക്കാറ്. ആ കിടന്നാ മതി. നിങ്ങൾക്ക് രാവിലെ എണീറ്റ് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കണ്ടേ. അതുകൊണ്ട് എനിക്ക് രാത്രി നേരത്തെ കിടക്കണം. അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ഓ, ബസ്സും വരുന്നില്ലല്ലോ ദൈവമേ. നമുക്ക് ഓട്ടോറിക്ഷയിൽ പോവാം. ആഹാ കൊള്ളാലോ. അതൊന്നും പറ്റില്ല. അത് ഇപ്പൊ ബസ് വരും. ബസ്സിൽ കയറി അങ്ങ് ചെന്നാ മതി. ഓ, വീടെത്തി. പിള്ളേരെ വീടെത്തി. അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ പറഞ്ഞാൽ കേൾക്കണം. അറിയാലോ, എനിക്ക് ശ്വാസമുട്ടും ചുമയും തുമ്മലില്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് കുണുക്കി. നിങ്ങളുടെ വീട്ടിൽ കിടന്ന് തുള്ളി മറിയണ പോലെ ഇവിടെ കിടന്ന് തുള്ളി മറിയാൻ പറ്റൂല. കേട്ടല്ലോ? അകത്തോട്ട് നടക്ക്. ഈ വീട് പൊളിച്ചെടുക്കണം. എടി പെങ്കൊച്ചെ, നീ എന്തെങ്കിലും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല അച്ഛമ്മേ. എന്നാ അകത്തോട്ട് വാ. നീതുമോളെ കുണിക്കുമൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഹാപ്പി അല്ലേ? ഇടക്കൊന്ന് ചിണങ്ങി. അപ്പൊ ഞാൻ വേഗം ടി വിയിൽ മാഷാബിയർ വെച്ചു കൊടുത്തു. അത് കാരണം കുഴപ്പമില്ല. കുണിക്ക് പൊന്നെ നിശ്ചയിച്ച് ചോറ് തരട്ടെ? എനിക്കിപ്പോ വേണ്ട, ഞാൻ മാഷാബിയർ കാണട്ടെ. അയ്യോ, പ്രാർത്ഥിച്ച സമയം പോയത് അറിഞ്ഞില്ല മക്കളെ. പൂജാമുറി കുറെ നേരം ഇരുന്ന് പോയി. എന്റെ ചെണ്ടുമല്ലിപ്പൂവ് തുടങ്ങിയോ? ചെണ്ടുമല്ലിപ്പൂവോ? അതെന്താ? അയ്യോ, അത് നിങ്ങൾക്ക് അറിയില്ലേ? നല്ലൊന്നാമത്തെ സീരിയലല്ലേ ചെണ്ടുമല്ലിപ്പൂവ്. ഗീത അതൊന്നും കാണൂലായിരിക്കും അല്ലേ? എന്ത് പറയാൻ അവളെയൊക്കെ കൊണ്ട്. അങ്ങോട്ട് മാറിക്കാ സീരിയൽ വെച്ചേ. ആ റിമോട്ട് ഇങ്ങനെ തന്നെ. എത്രയായിരുന്നു നമ്പർ? 250. മറന്നും പോയല്ലോ. അയ്യോ, നീ കാർട്ടൂൺ കാണാൻ വേണ്ടി ഒരുപാട് നമ്പർ മാറ്റി വെച്ചില്ലേ? വെച്ചിട്ട് വരുന്നില്ല. അയ്യോ മുത്തശ്ശി മാറ്റല്ലേ. എടി പെങ്കൊച്ചെ, നീ ഇത്ര നേരം നിന്റെ കാർട്ടൂൺ കണ്ടില്ലേ? ഇനി ഞാൻ കാണട്ടെ എന്റെ ചെണ്ടുമല്ലിപ്പൂവ്. വേണ്ട വേണ്ട, മാറ്റണ്ട. നീ ഒന്ന് പോയടി പെങ്കൊച്ചെ, എനിക്ക് ചെണ്ടുമല്ലിപ്പൂവ് കാണണം. അയ്യോ, ഇങ്ങനെ കരയാതെ പെങ്കൊച്ചെ, എനിക്ക് ചെണ്ടുമല്ലിപ്പൂവ് കാണണ്ടേ? അയ്യോ, എന്റെ റിമോട്ടും കൊണ്ട് ഓടല്ലേടി പെങ്കൊച്ചെ. എടി നോക്കി നിൽക്കാതെ അവളെ പോയി പിടിക്കടി. കുണിക്ക് ആ റിമോട്ട് ഇങ്ങ് കൊണ്ടുവാ. അയ്യോ കുണിക്ക്, നീ എന്ത് പണിയാ കാണിച്ച? റിമോട്ട് വെള്ളത്തിലിട്ടോ? അച്ഛമ്മ, ഇനി എങ്ങനെ ചെണ്ടുമല്ലിപ്പൂവ് കാണും? അയ്യോ, എവിടെ എന്റെ റിമോട്ട്? എവിടെ? ഈ കുളത്തിലുണ്ട്, എടുത്തോ.